ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് എസ്എൻ വ്ളോഗ്സ് ആൻഡ് ഗാങ്സ്. നമ്മളെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കിടക്കച്ച് ഫ്രീ ഫയർ വീഡിയോ ആയിട്ടാണ്. അതും PR കളിക്കാനാണ് ഗൈസ്. PR റാങ്ക്ഡ്. എന്നാൽ ഞാൻ കുത്തിയിരുന്നടിക്ക് ബാറ്റുമ്പനം 4 അടിച്ചിട്ടുണ്ട്. അടുത്തത് ഡയമണ്ട് അടിക്കണം ഗൈസ്. ഡയമണ്ട് എന്നിട്ട് ഡയമണ്ട് 2, 3, 4 ആൻഡ് ഹീറോയിക്. ഈ മോട്ട് നല്ല ഇഷ്ടമാണ് ഗൈസ്. കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴേക്കും ചിലപ്പോൾ റാങ്ക് മാറണമല്ലോ. നമ്മളൊക്കെ ഫ്രീ ഫയർ ഇഷ്ടമല്ല ഗൈസ്. അപ്പം ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് എത്രയാണെന്ന് വെച്ചൊരു 35 ലൈക്സ് ആണ്. പിന്നെ റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സ്. നമ്മുടെ പിന്നെ കണ്ടന്റ് RF ഡേയ്സ് എന്താണ് ടൈറ്റൻ RF ഡേയ്സ്. ടൈറ്റൻ ഡബിൾ കണ്ടന്റാണ് ചെയ്തിരിക്കുന്നത്, മനസ്സിലാവും ഡേയ്സ്. പിന്നെ പ്രൊഫൈൽ എടുത്താൽ ടൈറ്റൻ RF 16 ലെവൽ. എടാ നീ ഇപ്പം സെറ്റല്ലേ? എൻ്റെ പ്രൊഫൈലൊന്നും ഓർക്കാറില്ല. റോളിംഗ് ഡേയ്സ് റഷർ ലെവൽ 1. ഏടാ മോനെ, ഇത് ഏതാണ് എമൗണ്ട്? ഏതോട്ടെ ഏതൊരു മിനിറ്റ് വന്നു. ഡയമണ്ട് ഇല്ല ഇവിടെ. ഇത് കൊണ്ടാണ് ഞാനിപ്പോഴും വലിയ കൊണ്ട് നമ്മൾ ജീവോ പരാഫില് എനിക്കറിയാം. ഈ മുട്ടുകൾ ഇന്ത്യയിലില്ല. എടുക്കാൻ പോവാ. ഇനി ഒരു സ്പിന്നോടും എടുത്തു. ഓക്കെ, ഇത് സ്നിഗ്ധോട്ട് വരപ്പെട്ട് ഇന്ത്യയിലില്ല. അപ്പം നമുക്ക് കളി തുടങ്ങാം ഗൈസ്. തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ടിട്ട് കൊടുക്കാം. നല്ല ലെക്കുണ്ട് അവിടെ. ഓർക്കാം ഗൈസ്. പിന്നെ ഇവിടെ വീടൊക്കെ സുഖമായിട്ടിരിക്കില്ലേ? വയനാട്ടിലൊക്കെ വെള്ളം കയറി ആകെ സീന ഗൈസ്. അത് പറഞ്ഞ് നിങ്ങളുടെ മൂഡ് ഞാൻ കളയുന്നില്ല. ഓക്കെ, പറകാട്ട് ആദ്യം ഡിലീറ്റ് ചെയ്യണം. എന്നിട്ട് കലാകാരി ഉണ്ടാക്കണം. ഈ ഒറിയോണ്ടിട്ടാണല്ലോ വന്നത്. മേലെ വേറെ ഒരു ക്യാരക്ടറിനെ എനിക്ക് ഉണ്ടില്ല അല്ലേ? സാൻഡിനും പിന്നെ ഇതിൻ്റെ അത് ഉപകാരമില്ലാന്ന് പറയാം. അതുകൊണ്ട് ഞാൻ സാൻഡിനും ഇടില്ല. ഹലോക്ക് പിന്നെയും കുഴപ്പമില്ല. പിന്നെ ഉണ്ടാറും. ഞാനിപ്പോൾ ഇടാറൊന്നുമില്ല. വീട്ടിലെടുത്ത് വെച്ച പോലെ എടുത്തേക്കുണ്ട്. ഷോക്കേസിൽ എടുത്ത് വെച്ചേക്കുന്നത്. അവിടെ പോടാ ഡീമൺ സ്ലെയറെ. ഈ വാളാപ്പി കൂടെ മാസ്ക് വെച്ചേക്കുന്നത് എന്താണ്? ഇയാളുടെ പേര് എന്തോ ഒരു സാധനം. കൊറേ ദിവസമായി കണ്ടിട്ട്. ഏതൊരു ഹാഷിയറേസ്. പക്ഷെ മുഖംമൂടി വേറെ ആളുടെ ഒരു വാളുണ്ടാക്കണ ആളുടെ പേര് നോർമലിസ്റ്റ്. അതുകൊണ്ട് ഞാൻ ജപ്പാനെ പോകാത്ത. ഇവരുടെ പേരൊക്കെ ആയിട്ട് തലറിഞ്ഞു വീഴുമ്പോൾ. ബ്രസീൽ വേണ്ട, വേറെ എവിടെ കാണാം. ഞാൻ പോയിട്ട് ആദ്യം പറങ്ങാട്ട് പോയി ഡിലീറ്റ് ചെയ്യണം. എൻ്റെ പൊന്നെ, കഷ്ടപ്പെട്ട് എൻ്റെ അത് കളിക്കണം. ഈ മാപ്പാണ് അറിയത്തൂല്ല എനിക്ക്. ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ വന്ന സാധനം ഞാനിത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്താലോ എന്ന് അറിയിട്ടുണ്ട്. ഇതിന് ഞാൻ പേരും കലഹരി പാരച്ചൂട്ടൊക്കെ തിളങ്ങി അതിൻ്റെ പുറത്തൊരു മുട്ട ഇരിക്കുന്നു. മുട്ട നമുക്ക് കുട്ടനാക്കാം. നമ്മൾ മുട്ട മാറ്റി കുട്ടനെടുത്തിരിക്കുന്നു. മുട്ടയൊക്കെ ഇരിക്കുന്നു. ഈ കൊമ്പ സൂപ്പറാണോ? കുഴപ്പമില്ല. നമുക്ക് മറ്റേ ചലഞ്ച് ചെയ്താലോ? കിറ്റ് കണ്ടുകൊണ്ട് മാത്രം കളിക്കല് വേണ്ട. MP40 കൊണ്ട് കളിക്കുന്നതായി. MP40 പിന്നെ സീനല്ല, അറിയാലേ. ഒരു സ്നൈപ്പർ എന്തെങ്കിലും കിട്ടുവെച്ചെങ്കിൽ എടുക്കാം. ബിയറിൻ്റെ സ്നൈപ്പർ എടുത്തിട്ട് ഞാൻ ചാവൻ പോടാ. CS റൂം മാച്ച് അങ്ങനെ വല്ലാണ് നോക്കിയെന്ന് പറയുന്നത്. M4A1 നല്ല പരാഫിലാണ്. നല്ലത് പരാഫില് മതി. സ്കോപ്പ് അടിക്കാം. ഞാൻ വണ്ടി എടുത്തിരിക്കുന്നു. ഗോൾഡ്
പറക്കിറങ്ങിയിരിക്കുന്നു. അണ്ണേ എന്തെങ്കിലും തരണേ. നല്ല സ്ഥലത്ത് ഇവിടെ ഞാൻ എവിടെയോട്ട് ഒരു എനിമീനെ കണ്ടല്ലോ. എനിക്ക് എരുമീനെ വേണ്ട. ബട്ട് ഞാൻ എപ്പോഴും ഈ പട്ടം മാറിപ്പോയി. എന്തോ ഒരു വലിയ അസുഖമാണ്. ഡോക്ടറെ എനിക്കറിയിട്ട് ഇങ്ങോട്ട് ഇടുമ്പില്ലേ എനിമി ഹെഡ്ഷോട്ട് പട്ടി ഹെഡ്ഷോട്ട് അപ്പം നമ്മുടെ അറിവ്. അപ്പം നമ്മുടെ എസെറ്റ് ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞ് ലോബിക്ക് പോകേണ്ടി വരും. എന്നിട്ട് അടുത്ത റൗണ്ടിൽ എന്തെങ്കിലും സംഭവിക്കും. ഇത്രയും ദൂരം നടക്കണ്ടേ ഈ സാധനം കൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്തുണ്ട്. കാർ എന്നെ അടിക്കൂ. പരാഫിൽ ഈ സീറ്റ് പരാഫിലാണ് നല്ലത്. അല്ലേ വേണ്ട ഈ സീറ്റ് നിൽക്കാം. ഹെഡ് കയറുന്ന സാധ്യത കൂടുതലേ പറ്റില്ല. എന്ത് പരാഫില്ല ആ പരാഫിലെടുത്തൂടെ ലോങ് അടിക്കാൻ പറ്റില്ലേ പ്രശ്നം. ഈ നല്ല കണ്ണൊക്കെ ഒറ്റടിക്ക് ഫ്രണ്ടിൽ കൊണ്ട് വെച്ചാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യാമേ. ഇവിടെ എവിടെയാ ഗോൾഡ് ഉണ്ടല്ലോ. പറ എവിടെയാ ഗോൾഡ് പറ. ഇവിടെ കുളിപ്പിച്ച് ചാര് കാണാൻ സമയത്ത് പിന്നെ കുറച്ചും കൂടെ എനിമീനെ പറക്കി നടക്കണ. അതിന് എനിക്ക് വെന്റിമിസിയെ കണ്ടുപിടിക്കണം. ചാടിക്കോ മോനെ. നമുക്ക് മറ്റേ വീഡിയോയിൽ കാണാനും പോലെ ഒരു കുന്നിന്ന് മറ്റേ കുന്നിക്ക് ചാടുന്ന പോലെ ആരോട്ട് അടിച്ചല്ലോ നമ്മളതിനെ. അടിച്ച എൻ്റെ വണ്ടിയുടെ പിന്നിന്ന് എനിക്ക് കാണാനില്ലല്ലോ. ഞാൻ കണ്ടു എനിമീൻ ആ വീടിൻ്റെ പിന്നിലായിട്ടാണ്. അവിടെ വെറുതെ അടിയാതിരിക്കാൻ പോണേ. ആ സാധനത്തുമ്മ കയറിയിട്ട് നേരെ വിട്ട അല്ലെങ്കിൽ ഓടി വന്നിട്ട് തന്നെ തല്ലിക്കൊല്ലും. സോറി എന്നെ വീടിയിട്ട് പോലും ഓടിച്ച് തലയും കുത്തി വീണിട്ടൊക്കെ. അതൊന്ന് ഫൈറ്റ് എടുത്ത് നോക്കാം. എന്നാ വെറുതെ പോണ അവനെ ചൊറിയണ. എടാ MP40 ഞാൻ എന്തുകൊണ്ടൊക്കെ അടിക്കണേ. ഓക്കെ താങ്ക്സ് ഫോർ ദ മെഡ്. സോറി എൻ്റെ അടുത്തുള്ള പേര് വോയിസ് എന്നില്ല. അവ ലോബിക്ക് പോയിട്ടുണ്ട്. ഞാൻ കൊണ്ടാണ് ഞാൻ വെറുതെ നിന്നല്ലേ. എനിക്ക് അടിച്ചു കൊല്ലേ എറിയാഞ്ഞിട്ടല്ല. അടുത്ത പ്രൈസിനെ എടുക്കാൻ പോട്ടെ. അയ്യാ ഞാൻ ഈസി ആയിട്ടോണ്ടൊക്കെ അടിക്കുന്നു. ഞാൻ ഇത് പൊട്ടറ ഈസി ആയിട്ടോണ്ട് ലോങ് അടിക്കാൻ പറ്റില്ല എനിക്കറിയാൻ. ഷോട്ട് അടിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞിട്ടും വെറുതെ പോയിട്ട് അടി കൊണ്ട് ചാടുന്നു. എടുക്കട്ടെ പോരെ. താങ്ക് യു ഫോർ കട്ടാന അതല്ല പറയാൻ വന്നത്. ഏന് കൂക്ക കാക്ക അങ്ങനെ എന്തോട്ട് പറഞ്ഞു. താങ്ക് യു ഫോർ കട്ടാന. ആനേ നീ ഇത് പറയണേ. താങ്ക് യു ഫോർ കട്ടാന. കട്ടാന സൂപ്പർമണ്ട് ആനാണ് കേട്ടോ. അതെൻ്റെ ചെവിയുടെ അതെ അതെ. എവിടെ എന്നെ സ്പോട്ടാണ്. എനിമി ഞാൻ ഹിറ്റ് ലിസ്റ്റ് വലിച്ചോണ്ട് സ്പോട്ടഡ് ആയിരുന്നു. അല്ലെ അവൻ എന്നെ സ്പോട്ടഡ് ആക്കി. എനിമി അവിടെ ഉണ്ടെന്നാണല്ലോ. അവിടെ ഉണ്ട് കൊല്ലടവനെ. നല്ല പക്ക നല്ല ലൂട്ടുകളൊക്കെ വണ്ടിയിലുണ്ടാവും. അവനെ കൊന്ന നേരെ അങ്ങോട്ട് പോകാൻ വല്ല ലൂട്ടുണ്ടാവും. ലോമ്പായിട്ട് ഇവിടെ നിന്നോല്ലേ ഒരു എനിമി. അമ്മേ തോണ്ടി അവൻ നമ്മുടെ ലൂട്ടുകൾ എടുക്കാൻ പോകുന്നു. അവൻ ലൂട്ടെടുത്തോട്ടെ. എന്തിനാ ഞാൻ ചാവാനാ. അവൻ്റെ അതാ കണ്ടേ. എൻ്റെ കയ്യിൽ നല്ല ഉഡ്പക്കറാണ് മനസ്സിലായി. എന്റെ കുഴപ്പത് നമ്മളെ ചൊറിഞ്ഞിരുന്ന ആളല്ലടാ അത്. 39+ ഉണ്ട്. മതി 39+ അതുകൊണ്ട് എനിക്ക് 9 മിനിറ്റ് വരെ നമ്മൾ സർവൈവ് ചെയ്തത്.
അടുത്ത നമുക്ക് കണ്ണനൊരു ലോങ് ഗോൾഫ് കൊടുക്കാം ഗൈസ്. നോക്കാം നോക്കാം. പിടിച്ചോളൂ. ഓക്കെ, കണ്ണന് കൊടുത്തിട്ടുണ്ട്. RF കൊടുത്തിട്ടുണ്ട് ഗൈസ്. നെറ്റ് പോയാളാ പൈസ ഇഷ്ടമില്ലാത്ത കണ്ണന്നെ. പൈസ കുഴപ്പമില്ല, ഒരു പിടി നോക്കാം. നെറ്റ് പോയിട്ടൊന്നുമില്ല. കണ്ണം കണ്ണിച്ചപ്പിക്ക് ഹെഡ്. എടാ മോനെ, ഇങ്ങോട്ട് ഇട്ടാൻ മറന്നു. പക്ഷേ RF ഒരു കളി അങ്ങനെ എടുത്തിട്ടുണ്ട് ഗൈസ്. മോനെ വേണ്ട, വേണ്ട അവനോട് ചൊറിയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. മിണ്ടടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊന്നടിക്കുന്നുണ്ടോ? എവിടത്തെ ആളാടാ? കഷ്ടപ്പെടുത്തലടാ ഒരു ബെഡ് അടിച്ചു വിട്ടത്. കണ്ണേ സംസാരിച്ചോളി. വെറുതെ ചൊറിയാൻ നിൽക്കുന്ന കണ്ട് പട്ടാറ്റ് ഷോട്ട്. വെറുതെ ചൊറിയാൻ നിൽക്കുന്ന നമ്മളെ പറഞ്ഞതാ ഞാൻ. ഫ്രണ്ട്സ് ലൈക്ക് അടി സപ്പോർട്ട് ചെയ്യും. നമ്മൾ കണ്ടങ്ങനെ യൂട്യൂബ് എടുത്തിരിക്കുന്നു. RF ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ RF ഒരു ഹാർട്ടിൻ്റെ ചിഹ്നം കൂടി ഉണ്ട് ഗൈസ്. RF അങ്ങനെ ചാടിപ്പടച്ചൊക്കെ പോകുന്നുണ്ട്. RF സീരീസ് കൊന്നവനെ. എൻ്റെ പേര് എന്തേലൊക്കെ ഓക്കെ തീർക്കാമനെ. കണ്ട സീന് കേസ്. ഒരു ദിവസം നമുക്ക് കണ്ണൻ്റെ റൂമിൽ കേസ്. കണ്ണന് എൻ്റെ എത്ര കളിയുണ്ടോ നോക്കാലോ. പറ്റിച്ച് മെഡടിക്കണം. വേണ്ട, കിട്ടിയ സമയം നോക്കി മെഡടിക്കണം. വേണ്ട, വീണ്ടും മുട്ട നല്ല കളി ജയിച്ച ഇമ്പോർട്ടൻ്റ് 4-0. ആര് ജയിക്കും? ഏത് കണ്ണാടുക്കുന്നത് നോക്കട്ടെ. കണ്ണന് കളിക്കറിയില്ല. നെയ്ഫ് അധികം ഇതില്ല. അതൊരു പിടി നോക്കാം. അതൊരു കളി നോക്കാല്ലേ. എനിക്കൊന്നും കളിക്കറിയില്ല. കണ്ടറിയോ? കുറച്ചൊക്കെ അറിയാം. ഓക്കെ. RF കളിയെടുത്ത് 0-5 ജയിച്ച് RF ഫാൻസിൻ്റെ ചിഹ്നിൽ കമൻറ്റ് ബോക്സിൽ ഹാർട്ട് RF ഇടും. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.